ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പയങ്കുളം ഭാഗത്ത് അതിപുരാതനമായ വാഴൽക്കാവ് ക്ഷേത്രത്തിലായിട്ടാണ് വരുന്നത്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഐതിഹ്യവും പ്രകൃതി സൗന്ദര്യവും ഒത്തുചേർന്ന ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഭക്തിയുടെ മാത്രം കേന്ദ്രമല്ല, കേരളത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും കാത്തുസൂക്ഷിക്കുന്ന ഒരു വിശുദ്ധ സ്ഥലം കൂടിയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പേരായ വാഴാലിക്കാവ് എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാദേശിക ഐതിഹ്യം അനുസരിച്ച് ദാരികാസുരനെ വധിച്ച ശേഷം ഭദ്രകാളി ദേവി വടക്കോട്ട് സഞ്ചരിക്കുന്നതിനിടെ ഇന്നത്തെ പയങ്കുളത്തെത്തി. അവിടെ ഒരു വാഴമരത്തിൻ്റെയും ആൽമരത്തിൻ്റെയും തണലിൽ ദേവി വിശ്രമിച്ചു എന്നാണ് വിശ്വാസം. ആ സ്ഥലം പിന്നീട് പുണ്യഭൂമിയായി മാറിയും ഭക്തർ അവിടെ ദേവിയെ ആരാധിക്കാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ വാഴ, ആൽ, കാവ് എന്നീ വാക്കുകളാൽ വാഴാലിക്കാവ് എന്ന പേര് അവിടെ ഉണ്ടായി എന്നാണ് പ്രാദേശിക പാരമ്പര്യം പറയുന്നത്. പഴയകാലത്ത് കേരളത്തിൻ്റെ കാവുകൾ ദൈവ സാന്നിധ്യമുള്ള വിശുദ്ധമായ വനങ്ങളായി കരുതപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത ഭദ്രകാളിയുടെ ശ്രീകോവിലിന് മുകളിൽ തുറന്ന ആകാശമാണുള്ളത്. മഴയുടെയും സൂര്യപ്രകാശവും നേരിട്ട് പതിക്കുന്ന രീതിയിലാണ് സവിശേഷ നിർമ്മാണം. നാവൂർബൊമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, വാഴക്കാവ് ക്ഷേത്രത്തിന്റെ പ്രധാന ഉപപ്രതിഷ്ഠയാണ് നാവൂർബൊമ്മ. ചിലർ നവകുറുമ്പ ഭഗവതി എന്ന് വിളിക്കാറുണ്ട്. പ്രാദേശിക വിശ്വാസം അനുസരിച്ച് ഭദ്രകാളിയുടെ അനുചരണ ശക്തിയായാണ് നവകുറുമ്പമ്മയെ ആരാധിക്കുന്നത്. ഗ്രാമത്തിൻ്റെയും വയലുകളുടെയും ജനങ്ങളുടെയും സംരക്ഷണ ദേവതയായാണ് ഇവർ കണക്കാക്കുന്നത്. നവകുറുമ്പമ്മ ഉത്ഭവസ്ഥാനത്തെ കുറിച്ച് വ്യക്തമായ ചരിത്ര രേഖകളൊന്നും അറിയപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ പ്രധാനമായും പ്രാദേശിക വാമൊഴി പ്രകാരമുള്ളവയാണ്. വാഴക്കാവ് ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സാംസ്കാരിക പ്രത്യേകതയാണ് തോൽപ്പാവക്കൂത്ത്. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള കൂത്തുമാടത്തിൽ രാമായണ കഥകൾ നിഴൽപ്പാവുകളിലൂടെ അവതരിപ്പിക്കുന്ന ഈ കലാരൂപം ഇന്നും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നു. ഇത് കേരളത്തിന്റെ അപൂർവ പൈതൃകങ്ങളിൽ ഒന്നാണ്. എല്ലാ വർഷവും കുംഭമാസത്തിൽ നടക്കുന്ന വേല മഹോത്സവത്തിൽ ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഭക്തരുടെ വിശ്വാസം അനുസരിച്ച് ഇവിടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ജീവിതത്തിൽ തടസ്സങ്ങൾ നീങ്ങുകയും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ലഭിക്കുകയും ചെയ്യുമെന്ന് കരുതുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയുക. കേരളത്തിലെ ക്ഷേത്രങ്ങളുടെയും ചരിത്ര സംഭവങ്ങളുടെയും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയെ വീണ്ടും കാണാം. ബൈ.